ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ളതും ക്യൂട്ടായിട്ടുള്ളതും എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു കുഞ്ഞൻ ക്രാഫ്റ്റാണ് നിങ്ങളുടെ മുൻപിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതൊരു പാക്കിംഗ് ബോക്സാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഹെൽത്ത് മിക്സിൻ്റെ ആ ഒരു പൗഡർ മേടിച്ചപ്പോൾ കിട്ടിയിരുന്ന ഈ ഒരു ബോക്സാണ്. ഇതുള്ളവർ ഇതെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പായസം മിക്സൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ബോക്സ് ഉണ്ട്, അതും ഇതുമൊക്കെ സെയിം ബോക്സ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതാണ് സാമ്യമായിട്ട് വരുന്ന ബോക്സ് എടുക്കുക. അപ്പോൾ ഇത് തന്നെ എടുക്കണം എന്നൊന്നുമില്ല. നിങ്ങളുടെ ബുക്കിൻ്റെ ബൈൻഡ് എടുത്താലും മതി. ആവശ്യകത ബൈൻഡൊക്കെ ഉണ്ടാവില്ലേ പഴയ ബുക്കുകളുടെ, അതെടുത്താലും മതി. ഏതെടുത്താലും ഒരു റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് ഈ ഒരു വൈറ്റ് പോർഷനിലുള്ള ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒരു ലൗവിൻ്റെ ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ കൂട്ടുകാർ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള വീഡിയോസാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വലിയ ടഫായിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളൊന്നുമില്ല. അകപ്പാടെ ക്ലേ വെച്ചിട്ടുള്ള 1-2 ക്രാഫ്റ്റുകൾ ഇത്തിരി ടഫായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന കുറച്ച് കൂട്ടുകാരൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ലേ. അപ്പോൾ പറ്റുന്നവരൊക്കെ അതൊന്ന് കണ്ടു നോക്കിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാനൊന്ന് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ലവിൻ്റെ ഷേപ്പിൽ വരച്ചെടുത്തതിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതേ അളവ് വെച്ചിട്ട് തന്നെ ബാക്കിയുള്ളതൊക്കെ വരച്ചെടുത്തിട്ട് കുറച്ച് പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഞാൻ 5 എണ്ണമാണ് ഈ ഒരു ഷേപ്പിൽ വരച്ചെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഐസ്ക്രീം സ്റ്റിക്കാണ്. ദേ ഇതുപോലെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കളക്ട് ചെയ്ത് വെക്കുന്ന കുറച്ച് കൂട്ടുകാരൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാവും. ഇല്ലാത്തവർ മേടിച്ചാൽ മതി. ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്കിന് വലിയ റേറ്റ് ഒന്നുമില്ല, തുച്ഛമായ ഒരു വില മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മേടിക്കാൻ പറ്റുന്നവർ അങ്ങനെ മേടിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കിനെ ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈർക്കിലാണ്. ഈർക്കിലുള്ളവർ അതെടുക്കുക. പിന്നെ ബാംബൂ സ്റ്റിക്ക് ഉണ്ടല്ലോ, അതുള്ളവർ അതെടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ഇതുപോലുള്ള എന്ത് ഐറ്റം ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ബുക്ക് പേപ്പർ കീറിയെടുത്തതിന് ശേഷം അതിനെ ചെറുതായിട്ട് റോളാക്കത്തില്ലേ, പേപ്പർ റോള്. അപ്പോൾ അതുപോലെ നമ്മുടെ സ്ട്രോ അത്രയും സൈസിന് ഒന്ന് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ അതിന് ഇതുപോലെ ഗ്ലൂ ഉപയോഗിച്ചൊന്ന് നേരെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ അടുത്തൊരു ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 എണ്ണം മാത്രമല്ല, ഇതിൽ സ്പേസ് കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഞാൻ ഈ ഒരു ഈർക്കിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് 3 എണ്ണമായിട്ട് ചെയ്തപ്പോൾ വലിയ ഭംഗി തോന്നാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതുപോലെ അതിൻ്റെ സെൻറ്ററിൽ ബാക്കി എക്സ്ട്രാ 2 എണ്ണവും കൂടെ ഇങ്ങനെ ഒന്ന് വച്ച് കൊടുക്കുക, ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക.
അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പറാണ്. അതെടുത്തിട്ട് നിങ്ങളുടെ ആവശ്യാനുസരണം ഇതുപോലെ ഒന്ന് കീറിയെടുക്കുക. കീറിയെടുത്തിട്ട് നമ്മൾ മുൻപ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്, എന്നാലും പറഞ്ഞുതരാം. നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക. ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഇതുപോലെ ആയി കിട്ടും. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം ഫെവിക്കോൾ എന്തെങ്കിലും കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് ഒരു വള്ളി പോലെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കാർഡ്ബോർഡിൽ ആ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള അത്രയും പേപ്പേഴ്സിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഈർക്കിലൊക്കെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിലുള്ള ഈ ഒരു മെറ്റാലിക് കളറ്, ഗോൾഡ് കളറിലുള്ള മെറ്റാലിക് ആണ്. അത് ഞാൻ ആ ഒരു ഈർക്കിലിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ ഈർക്കിലുകളിലും ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു മെറ്റാലിക് കളറില്ലെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള യെല്ലോ കളർ ആക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഈർക്കിൽ മൊത്തത്തിൽ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കിൽ പെയിൻറ്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആ ഒരു വുഡിൻ്റെ കളർ തന്നെ മതി, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ കുറച്ചുകൂടെ കളർഫുൾ വേണം എന്നുള്ളവർക്ക് ബ്ലാക്ക് കളറോ അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ മതിയേ. പിന്നെ കൂട്ടുകാരെ, നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെറുതെ ആക്രി എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളാണ് നമ്മുടെ വീഡിയോസ് എല്ലാം ഇട്ടിട്ടുള്ള. എല്ലാം നമ്മൾ പൈസ കൊടുത്തൊന്നും മേടിക്കുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ക്രാഫ്റ്റ് വർക്കുകളാണ്. അപ്പോൾ പറ്റുന്ന കൂട്ടുകാരൊക്കെ എന്തായാലും ഒന്ന് കണ്ടു നോക്കിയിട്ട് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ട്രൈ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇതൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ, ആ ഒരു പേപ്പറിൽ ആ ഒരു ലവ് ഷേപ്പിലൊക്കെ. അപ്പോൾ നമ്മുടെ ലീഫായിട്ടുള്ള ഒരു ഇതിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തത്. ഇങ്ങനെയുള്ള ലീഫുകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ആ ഒരു തീമിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ ഒട്ടിക്കാം, പിന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇതിൻ്റെ രീതികളൊക്കെ മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ കൂട്ടുകാരെ, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടെയ്നറിൽ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടെയ്നർ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ബ്ലാക്ക് കളറിലുള്ള കണ്ടെയ്നർ ബോക്സ്, അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോസ്, അതായത് 2 അടിപൊളി ക്രാഫ്റ്റ് വർക്കുകളാണ് അതിലുള്ളത്. അപ്പോൾ ആ വീഡിയോസ് ഒന്ന് നിങ്ങൾ കണ്ടു നോക്കണേ. അപ്പോൾ അത് 45K പ്ലസ് വ്യൂസ് ഉണ്ട് ആ ഒരു വീഡിയോയ്ക്ക്. അപ്പോൾ പറ്റുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ്, അതായത് കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീട്ടിലെ അമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോസാണത്. അപ്പോൾ കാണാൻ പറ്റുന്നവർ എന്തായാലും കണ്ടു നോക്കിയിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കളർ അടിച്ച് കൊടുക്കാം. ഞാൻ ഗ്രീൻ കളർ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്, ലൈറ്റ് ഗ്രീൻ. അപ്പോൾ നമ്മുടെ ഇലകളിലും വള്ളികളിലും ഒക്കെ ഈ ഒരു ഗ്രീൻ കളർ നന്നായിട്ടൊന്ന് അടിച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ഐറ്റം നമ്മുടെ വോളിൽ ഹാങ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐറ്റമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് ഡബിൾ ഡെക്കോർ വെച്ചിട്ട് ഇതിനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. തല കീഴായിട്ട് ഒട്ടിച്ചു കൊടുക്കാം, നേരെ ഒട്ടിച്ചു കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഒന്നല്ലാതെ 3 ചെയ്തിട്ട് ഒന്ന് മുകളിൽ ഒന്ന് താഴെ ഒന്ന് അതിൻ്റെ താഴെ ആ ഒരു രീതിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ വെറൈറ്റി കളറിൽ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ കളർഫുള്ളായിരിക്കും. കളറിലൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. അങ്ങനെയൊക്കെ ഇത് ചെയ്തെടുക്കാം. ഒന്നായിട്ടല്ലാതെ 2, 3 ഒക്കെ ചെയ്തു കൊടുത്തിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി നിങ്ങളുടെ വോളിലൊക്കെ ഹാങ് ചെയ്തിടാം. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിമ്പിൾ ക്രാഫ്റ്റാണ് ഇത്. ഞാൻ വെറുതെ പറയുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് മാത്രം ഇതിന് വേണ്ടിയിട്ട് ചിലവഴിച്ചാൽ മതി. എല്ലാവരും ഈ ഒരു ക്രാഫ്റ്റ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ ഡാർക്ക് കളറിൽ ഇതുപോലെ വെയിൻസ് ഒക്കെ വന്നപ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ ഒരു ഡാർക്ക് ഗ്രീനിനെക്കാളും വൈറ്റ് കളറിട്ട് ഈ ഓരോ വെയിൻസും വരച്ചു കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യാവുന്നതാണ്. അപ്പോൾ അതേ കൂട്ടുകാരെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക്. എല്ലാവരും നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ വാളിൽ ഹാങ് ചെയ്തിടുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ.